വീഡിയോ ഏട്ടാ ഓ ഇത് കണ്ടോ കാണാൻ വയ്യ. അയ്യ അഴുക്ക് പായൽ പിടിച്ചിരിക്കും. ഇത് നമ്മളെ ഈ കുപ്പി എത്ര ഇട്ട് കുലുക്കിയാലും ഈ പായൽ പോകത്തില്ല. ഈ പായൽ എങ്ങനെ കളയാം? കുപ്പി കളയാനുള്ള പരിപാടി ആയിരിക്കും. അല്ല, പറഞ്ഞുതരാം. ബ്ലീച്ചിങ് പൗഡർ ഇടാനുള്ള പരിപാടി ആയിരിക്കും. അല്ല, കല്ലുമണ്ണ് മാരി ഇടാൻ പോകും. കല്ലുമണ്ണ് മാരിയിട്ട് കുപ്പി പൊട്ടും. ഇത് വൃത്തിയാക്കണം. പൊടിക്കൈ ഞാൻ പറഞ്ഞുതരാം. ഓർത്ത് വെച്ച് ഉപകാരപ്പെടും. ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ആയിക്കോട്ടെ. എന്നിട്ട് അത് ചന്നം പിന്നെ കീറുക. എങ്ങനെ? ചന്നം പിന്നെ കുതിരണം. എന്നിട്ട് നമ്മൾ ഈ കുപ്പിക്കകത്തോട്ട് ഇടണം. കുറേ തോനെയാക്കണേ. ഒരു ദിവസം പത്രം വേണ്ടി വരും. ഒരു ദിവസം പത്രം ഒന്നും വേണ്ട, ഒറ്റ ഷീറ്റ് മതി. ഒറ്റ ഷീറ്റിലേക്ക് അര ഷീറ്റായാലും മതി. നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് ഇത് ഫ്ലാസ്ക് ഇല്ലേ, ഫ്ലാസ്ക് ക്ലീൻ ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഗ്ലാസ് വെച്ചുണ്ടാക്കിയ ഗ്ലാസ് വെച്ചുണ്ടാക്കി എന്തും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ വിദ്യ ഉപയോഗിക്കാം. ഇട്ടല്ലോ. എന്നിട്ട് ഇനി നമ്മുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് ഇത് കുലുക്കുക. അയക്ക് പോകുന്നില്ലേ? നോക്കട്ടെ. അപ്പൊ ഇത്ര ചൂടുവെള്ളമായിരുന്നു കഴിക്കണ്ടേ? മാറിപ്പോയോ? പച്ചവെള്ളമായിരുന്നല്ലോ. ഫ്ലാസ്ക് ആകുമ്പോ അറിയത്തില്ല, ഇതാകുമ്പോ കാണാൻ പറ്റും. അതെന്റെ വ്യത്യാസം. ഫ്ലാസ്കിൽ എന്തും പറഞ്ഞ് പറ്റില്ല. ഇളകിയില്ലെങ്കിൽ എന്താ ഞാൻ വെക്കും. കുറച്ചുകൂടെ പേപ്പർ വേണം കേട്ടോ. പേപ്പർ പോലെ ഇളകുന്നുണ്ടോ? ഒരു തുള്ളി സാധനം ഇതുവരെ ഇളകിയിട്ടില്ല. ഇളകും. നമ്മൾ ആത്മവിശ്വാസം കളയരുത്. കുറച്ചും കൂടെ. ഇതുവരെ വൻ പരാജയമാണ്. ഇതിന് കുറച്ച് സമയങ്ങൾ കൊടുത്തു നോക്കാം. അഴുക്ക് കൂടിയ പോലാണ് എനിക്ക് തോന്നുന്നത്. അഴുക്കൊന്നും കൂടുതലില്ല. ഒരു ദിവസത്തെ പത്രം ഇപ്പോൾ ഈ വഴി പോയിട്ടുണ്ട്. ആത്മവിശ്വാസം നമ്മൾ കളയരുത്. ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുക. അത് പോട്ടെ, നമ്മളിത് എളുപ്പിച്ചിരിക്കും. പത്രം കുറെ ആയാലും ഇത് ഈ പത്രം എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അടുത്ത വെള്ളം എടുക്കാം. അതിലൊന്നും കാര്യമില്ലപ്പ. അടുത്ത വെള്ളം എടുത്തല്ലോ, ഈ വെള്ളം എടുത്തല്ലോ. ഒരു നോക്കിക്കോ, എന്റെ പത്രം പോയി. അല്ല കട്ടിക്ക് പാലിടിച്ചിരിക്കുക. അപ്പൊ കുറച്ച് സമയം കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കാനാണോ? ചൂടുവെള്ളം ഒഴിച്ചോളാം. ചീക്കു ഷീറ്റിന്റെ വഴി ഇല്ല. വെളുപ്പിച്ചിട്ടെങ്കിൽ പോയാ മതി. ഒരു ദിവസം പത്രം വലിച്ചേറിയിട്ട വായിച്ചതല്ലായിരുന്നു. ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ആസിഡൊന്നും അല്ലല്ലോ ഒഴിക്കുന്നല്ലേ? അല്ലല്ല, കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം. ചൂടുവെള്ളം. പത്രവും പോയി, കുടിവെള്ളവും പോയി. വെളുത്ത കോൺസെൻട്രേഷൻ മതിയല്ലേ? ഇനി പത്രം ഇല്ല ഈ വീട്ടിൽ കയറാൻ. ഇച്ചിരിക്കൊണ്ട് ഞാൻ കണ്ട ഏതാണ്ട് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാ പത്രം. എന്തേ കോൺസെൻട്രേഷൻ കാരണമൊന്നും വരുന്നില്ല. ഇത് ഭയങ്കര കുഴപ്പമില്ല. ഫ്ലാസ്കിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. പക്ഷെ എന്താ അറിയാ, ഫ്ലാസ്ക് അറിയുന്നില്ലല്ലോ അഴുക്ക് പോകുന്നില്ലോ. ഇത് തന്നെ എന്തായാലും വൻ പരാജയം ആയിട്ടുണ്ട്. അങ്ങനെ വൻ പരാജയത്തോടുകൂടി ഈ വീഡിയോ പരിസമാപ്തിയിലേക്ക് ശരിയാ. കുറച്ച് ഇളകി കുറച്ച് സമയങ്ങൾ കൊടുക്കാം. ഇപ്പൊ ചൂടുവെള്ളമായിരുന്നു ഒഴിക്കണ്ട കേട്ടോ, അവിടെ പളയം തോന്നും. ഇളകുന്നോണ്ട് മാത്രം
ഈ പരീക്ഷണം വിജയകരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയിച്ചിട്ട് പോയാ മതി. പരിസമാപ്തിയിലേക്ക് നീക്കാം. എന്തായാലും അവസാനം ക്ലിയർ ആയതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നന്ദി, നമസ്കാരം.